ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റായ കടലോളം സ്നേഹം എന്നതിലെ അവസാനത്തെ ഭാഗമാണ് കേട്ടോ. പട്ടം പറപ്പിക്കട്ടെ എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, കുറേ കുട്ടികൾ പല നിറത്തിലുള്ള പട്ടങ്ങൾ പറപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വായിക്കാം. പട്ടം പറത്താം. നിങ്ങളിൽ എത്ര പേർ പട്ടം പറത്തി കളിച്ചിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലേ. പട്ടം ഉണ്ടാക്കാൻ അറിയാമോ? നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. മക്കൾ പഠിച്ചിട്ടില്ലേ? നമുക്കൊരെണ്ണം ഉണ്ടാക്കിയാലോ? ചെറിയ ഗ്രൂപ്പുകളാവാം. പട്ടമുണ്ടാക്കാൻ എന്തൊക്കെ വേണം? വർണ്ണക്കടലാസ് വേണം, ഈർക്കിൾ വേണം, നൂല് വേണം അല്ലേ. വർണ്ണക്കടലാസിന് പകരം പത്രത്തിൻ്റെ പേജുകളോ അല്ലെങ്കിൽ വെള്ളക്കടലാസുകളും എല്ലാം ഉപയോഗിക്കാം. ക്ലാസ്സിൽ പട്ടം നിർമ്മിക്കാൻ തീരെ അറിയാത്ത കുട്ടികളുണ്ടാവും. അവരെ സഹായിച്ചു കൂടെ കൂട്ടണേ. പട്ടം നിർമ്മിക്കൽ പൂർത്തിയായാൽ ടീച്ചറിൻ്റെ അനുവാദത്തോടെ മുറ്റത്തോ പറമ്പിലോ പറത്തി കളിക്കുമല്ലോ. അപ്പം നമുക്ക് പാഠഭാഗം നോക്കാം. പല നിറങ്ങളിലുള്ള പട്ടം ആകാശത്ത് പറക്കുമ്പോഴുള്ള ഭംഗി ആസ്വദിച്ചുവല്ലോ. ഇനി ഒരു കവിത വായിക്കാം. അപ്പോൾ മക്കൾ ആ ഒരു പട്ടം ഉണ്ടാക്കി നോക്കി പറപ്പിച്ചിട്ടുള്ള അതിന് ശേഷമാണ് കേട്ടോ ഈ കവിതയിലേക്ക് വരേണ്ടത്. പട്ടം പറപ്പിക്കട്ടെ. പാരിടമൊന്നായി കാണും നേട്ടം, പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം, താമരപ്പൂവിൻ മണവുമായി നീ യോമനക്കാറ്റേ വഴിയരികിൽ. എന്താണ് അതിൻ്റെ അർത്ഥം മക്കളെ? പാരിടമൊന്നായി കാണും നേട്ടം, പാറട്ടെ വാനിലൻ കൊച്ചുപട്ടം. ലോകത്തെ ഒന്നായി കാണാൻ കഴിയുക എന്ന നേട്ടം സ്വന്തമാക്കുന്ന എൻ്റെ കൊച്ചുപട്ടം ആകാശത്ത് പാറിക്കളിക്കട്ടെ എന്ന് കവി പറയാണ്. താമരപ്പൂവിൻ മണവുമായി നീ യോമനക്കാറ്റേ വഴിയരികിൽ. താമരപ്പൂവിൻ്റെ മണവുമായി എത്തുന്ന കാറ്റിനോട് തന്നെ ഉയർത്തിക്കൊണ്ടുപോകാൻ പറയുകയാണ് പട്ടം. പട്ടം പറയാണ് താമരപ്പൂവിൻ്റെ മണവുമായി വരുന്ന കാറ്റ് അല്ലേ, കാറ്റിനെ വർണ്ണിക്കുകയാണ്. പട്ടം പറയാണ് കാറ്റേ എന്നെ നീ ഉയർത്തിക്കൊണ്ടുപോകുന്നല്ലേ. ഓരോ പടിയായി കയറുകൻ്റെ ചേതോഹരമാം വിചാരശില്പം, താടി നരച്ചൊരൻ അച്ഛനെപ്പോൽ താഴത്തേക്ക് ആകാശം നോക്കി നിൽപ്പൂ. അങ്ങനെ പറഞ്ഞാൽ പട്ടത്തിൻ്റെ വരവ് നോക്കി താടി നരച്ച അച്ഛനെ പോലെ ആരാ നോക്കി നിൽക്കുന്നത്? ആകാശം താഴേക്ക് നോക്കി നിൽക്കുകയാണ്. പൊന്മകൻ ആശിസ്സു നേരുകയാം അമ്മയെപ്പോലഴകാർന്ന ഭൂമി, സൂരകങ്ങൾ തലോടി നിൽപ്പൂ ഓരിക മേൽപോട്ടെന്നോതി മേഘം. അപ്പോൾ പൊന്മകൻ ആശിസ്സു നേരുകയാം അമ്മയെപ്പോലഴകാർന്ന ഭൂമി അല്ലേ. അമ്മയെപ്പോലെ മനോഹരിയായ ഭൂമി തൻ്റെ മകന് പാറിപ്പറക്കുന്ന പട്ടത്തിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെയോ സൂരകങ്ങൾ തലോടി നിൽപ്പൂ പോരിക മേൽപോട്ടെന്നോതി മേഘം. കിരണങ്ങളാൽ തലോടി സൂര്യനും മേൽപോട്ട് പോരൂ എന്ന് പറഞ്ഞ് മേഘവും പട്ടത്തെ മാടി വിളിക്കുകയാണ്. സൂര്യനും മേഘവും ഒക്കെ പട്ടത്തെ മാടി വിളിക്കുകയാണ്. പാരിടമൊന്നായി തീരും നേട്ടം, പാറട്ടെ മീതയൻ കൊച്ചുപട്ടം, കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതെ പറവയായി ചേർന്നു നിന്നു. കാറ്റിൻ്റെ സഹായത്തോടെ ഉയർന്നുയർന്നുയർന്ന് ഒരു പറവയെപ്പോലെ ആകാശത്ത് പാറിപ്പറക്കാൻ പട്ടത്തിന് കഴിയട്ടെ എന്നും ആകാശത്ത് നിന്ന് ഈ ലോകത്തെ ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്ന നിന്റെ മനസ്സിൻ്റെ നന്മ ഇല്ലാതാവാതിരിക്കട്ടെ എന്നും കവി ആശംസിക്കുകയാണ്. ഈ ലോകം വീക്ഷിക്കും നിൻകരളിൽ നൂലറ്റു പോകാതിരിക്കയെന്നും, പാരിടമൊന്നായി കാണും നേട്ടം, പാറട്ടെ മീതയൻ കൊച്ചുപട്ടം. ഈ ലോകത്തെ വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒന്നായിട്ട് കാണാനാണ് കവി മനസ്സ് ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ ഓരോ ഇടങ്ങളിലായിട്ട് വസിക്കുന്ന നമുക്കിടയിൽ ഇപ്പോഴും വിഭാഗീയതയുണ്ട്. വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുകയാണ് കവി. മാനവൻ എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും, പാവന ചിന്താനഭസ്സിൽ മീതെ പാറട്ടെ എന്നുമെൻ കൊച്ചുപട്ടം അല്ലേ. മനുഷ്യർ പരസ്പരം വഴക്കടിച്ച് വികൃതമാക്കിയ ഈ ഭൂമിയിൽ ശുദ്ധമായ ചിന്തയുടെ ആകാശത്ത് ഒരു വേർതിരിവുമില്ലാതെ അസൂയയോ മറ്റു ദേശവികാരങ്ങളോ ഒന്നുമില്ലാതെ തൻ്റെ കൊച്ചുപട്ടം സ്വതന്ത്രമായിട്ട് പാറിപ്പറക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുകയാണ് അല്ലേ. ഭൂമിയിൽ കലഹങ്ങളൊക്കെ ഉള്ള സമയത്ത് ആകാശത്ത് പട്ടം സ്വതന്ത്രമായിട്ട് പാറിപ്പറക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുകയാണ്. കവിയുടെ പേരെന്താണ്? പി കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. പി കവിതകൾ വാല്യം 1 എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്.
അപ്പോൾ ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ചൊല്ലി രസിക്കാം. 3 4 ഗ്രൂപ്പുകളായി കവിത ചൊല്ലൂ. ഏത് ഗ്രൂപ്പ് ചൊല്ലിയതാണ് ഏറ്റവും ഇഷ്ടമായത്? എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. അപ്പോൾ മക്കൾ ക്ലാസ്സിൽ പല ഈണത്തിലും ചെല്ലട്ടോ. ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ഏത് ഗ്രൂപ്പാണ് നല്ല ഈണത്തിൽ താളത്തിൽ ചെല്ലിയതെന്ന് നോക്കിയിട്ട് അവരുടെ ഇഷ്ടപ്പെട്ടതിന് എന്തുകൊണ്ടാണെന്നുള്ള അഭിപ്രായം പറയുക. എങ്ങനെയാണ്? നല്ല ഈണവും താളമൊക്കെ ഉള്ളവരുതായിരിക്കില്ലേ നല്ലത്. അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം കവിതയുടെ ഉള്ളറിയാം. കവിത ചൊല്ലിക്കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കവിത മൗനമായി വായിച്ച് തുടർന്ന് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളോടുള്ള പ്രതികരണം എഴുതൂ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആകാശത്തിൻ്റെ നോട്ടം എങ്ങനെയാണ്? താടി നരച്ച അച്ഛനെ പോലെയാണ് ആകാശം താഴത്തേക്ക് നോക്കി നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ ഭംഗിയെക്കുറിച്ച് കവി എന്താണ് പറയുന്നത്? അമ്മയെപ്പോലെ അഴകുള്ള ഭൂമി അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. മേഘം പട്ടത്തിനോട് പറഞ്ഞത് എന്താണ്? മേലോട്ട് പോരുക എന്നാണ് മേഘം പട്ടത്തിനോട് പറഞ്ഞത്. പട്ടത്തിന് പറവ പോലെ പാറാൻ കഴിയുന്നത് ആരുടെ സഹായത്താലാണ്? കാറ്റിൻ്റെ സഹായത്താലാണ് അല്ലേ? പിന്നെ ആകാശത്ത് ഉയർന്നു പറക്കുന്ന പട്ടത്തിന് നേട്ടം എന്തായിരിക്കും? ആകാശത്ത് ഉയർന്നു പറക്കുമ്പോൾ ഭൂമിയെ ഒന്നായി കാണാൻ കഴിയുന്നു എന്നതാണ് നേട്ടം. പാരിൻ്റെ കോലം കെട്ടതിന്, അതായത് ഭൂമിയുടെ ഭംഗി നശിച്ചതിന് എന്താണ് കാരണം? മനുഷ്യർ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി നശിക്കുന്നത് അല്ലേ? മനുഷ്യരെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഭൂമിയുടെ ഭംഗി വർദ്ധിക്കും. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? വിശകലനം ചെയ്യാം. ഈ ലോകം വീക്ഷിക്കും നിൻകരളിൽ നൂലറ്റു പോകാതിരിക്കയെന്നും മാനവൻ എന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താനഭസ്സിൻ മീതെ പാരട്ടെയെന്നുമെൻ കൊച്ചുപട്ടം. ഈ വരികൾ ശ്രദ്ധിച്ചു വായിക്കൂ. ലോകത്തെ വീക്ഷിക്കുന്ന പട്ടം, പട്ടത്തിൻ്റെ കരൾ, കരളിൻ്റെ നൂല്, മാനവൻ വഴക്കടിച്ചു, കോലം കെടുത്തിയ പാര്, പാവന ചിന്താ നഭസ്, അതായത് നല്ല ചിന്തകളുടെ ആകാശം. പട്ടത്തെക്കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയുന്നത്? ഈ കൊച്ചു പട്ടം മറ്റെന്തെങ്കിലുമാണോ? ഭൂമിയിലെ എല്ലാവരെയും ഒന്നായി കാണാൻ പട്ടത്തിന് കഴിയും. നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മുടെ മനസ്സും പട്ടം പോലെയായി മാറിയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. തുടർന്ന് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. പട്ടം പറപ്പിക്കട്ടെ എന്ന കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ പട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മനുഷ്യരെക്കുറിച്ചുമാണ്. ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്ന പട്ടത്തിന് ഭൂമിയെ, അതായത് ലോകത്തെ ഒന്നായി കാണാൻ കഴിയുന്നു. പട്ടത്തെ പോലെ നമ്മളും ലോകത്തെ ഒന്നായി കാണണം. പട്ടത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നത് നൂലാണ്. അത് പൊട്ടിപ്പോയാൽ പട്ടം നിയന്ത്രണമില്ലാതെ പറന്നു നടക്കും. പട്ടത്തിൻ്റെ കരൾ നിഷ്കളങ്കമാണ്. ഈ കൊച്ചു പട്ടം നമ്മൾ ഓരോരുത്തരുമാണ്. ഉയരത്തിൽ പറക്കാനും ഭൂമിയെ, ലോകത്തെ, മനുഷ്യരെ ഒന്നായി കാണാനും നമുക്ക് കഴിയണം. മനുഷ്യർ എന്നും വഴക്കടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഭംഗി ഇല്ലാതാകുന്നത്. നാം ഒന്നിച്ചു നിന്നാൽ ഭൂമി എന്നും സുന്ദരമായിരിക്കും. യുദ്ധങ്ങളും കലഹങ്ങളും ഒന്നുമില്ലാത്ത മനോഹര ഭൂമിയാണ് കവി സ്വപ്നം കാണുന്നത്. എല്ലാവരെയും ഒന്നായി കാണാൻ നമുക്ക് സാധിക്കണം. കവി അവതരിപ്പിക്കുന്ന പട്ടത്തിൻ്റെ മനസ്സ് പോലെ നമ്മുടെ മനസ്സുമാകണം. ലോകത്തെ ഒന്നായി കാണാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. സ്നേഹത്തിൻ്റെ ചരട് പൊട്ടിപ്പോയാൽ നമ്മുടെ കരളിലെ സന്തോഷം അണഞ്ഞു പോകും. നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരടാണ് സ്നേഹം. പട്ടത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചരട് പൊട്ടിയാൽ അത് വീണു പോകും. നല്ല ചിന്തകളാകുന്ന ആകാശത്താണ് നമ്മുടെ മനസ്സാകുന്ന പട്ടം പാറി നടക്കേണ്ടത്. നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. മനുഷ്യ സ്നേഹം ഉള്ളിൽ നിറച്ച് നാം ചെയ്യുന്ന കാര്യങ്ങൾ ഭൂമിയെ സുന്ദരമാക്കും. അടുത്ത പ്രവർത്തനം, ലോകമൊരു കിളിക്കൂട്. പാരിടമൊന്നായി കാണാൻ ഇനിയും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ്? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും കണ്ടെത്താമോ? പൂവിനും ഒട്ടിനും കഥ പറയാനുണ്ട്. മരങ്ങൾക്കും ഭാഷയുണ്ട്. ഭൂമിയെ ഒന്നായി കാണണം. മനുഷ്യർ കലഹിക്കാതെ സ്നേഹത്തോടെ ഒന്നായിരിക്കണം. നല്ല ചിന്തയുടെ ആകാശത്ത് മനസ്സ് സഞ്ചരിക്കണം. എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ കഴിയണം. അടുത്ത പ്രവർത്തനം എന്താണ്? സ്നേഹത്തിൻ്റെ ഭാഷ.
ഈ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുന്നത് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ഗാനങ്ങൾ, ചൊല്ലുകൾ, മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയ അടുത്തുള്ള വായനശാലകളിൽ നിന്ന് ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കൂ. കുറച്ച് സ്നേഹമൊഴികൾ നോക്കാം. സഹജീവികളെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരപൂജ. രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ബൈബിൾ വചനമാണ്. സ്നേഹം അത് പ്രകൃതിയുടെ രണ്ടാമത്തെ സൂര്യനാകുന്നു. ജോർജ് ചാപ്മാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം കുടിലിനെ സ്വർണ്ണ കൊട്ടാരമാക്കുന്നു. ഹോൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാകുന്നു. പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് ജോൺസൺ ആണ്. സ്നേഹം ഇന്നും എന്നും പ്രകൃതിയുടെ സത്യമാകുന്നു. മരണം അസത്യവും വില്യം സോമർവില്ലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മക്കൾ അടുത്തുള്ള വായനശാലയിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ മക്കൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സ്നേഹം കവിത എന്നൊക്കെ അടിച്ചാൽ ഇഷ്ടം പോലെ കവിതകൾ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അടുത്തത് എന്താണ്? ഗുരുവചനം. ലോകം ഒന്നായി കാണണമെന്നാണ് പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത നമ്മോട് പറയുന്നത്. പ്രപഞ്ചത്തെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നരനും നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. അപ്പോൾ ഈ വരികളിലൂടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്? കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. അപ്പോൾ കടലിൻ്റെ ആഴവും പരപ്പും അളവില്ലാത്തതാണ്. നമ്മുടെ ഉള്ളിൽ കടലോളം സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. എല്ലാ മഹാന്മാരും ലോകത്തെ സ്നേഹിച്ചത് അങ്ങനെയാണ്. അവരുടെ സ്നേഹത്തിന് അതിരുകളില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഭാഷയുടെയോ മതിലുകൾ മനുഷ്യരെ വേർതിരിക്കരുത്. ലോകത്തിലെ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന മഹത്തായ ചിന്തയാണ് ശ്രീനാരായണ ഗുരു അവതരിപ്പിക്കുന്നത്. മനുഷ്യനും മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഉദിക്കണമെന്ന് ഗുരു പറയുന്നു. ഏവരെയും സഹോദരരായി കാണാൻ കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ മനുഷ്യരും സഹോദരന്മാരാകുന്ന മനോഹരമായ ഭൂമിയാണ് ഗുരു സ്വപ്നം കാണുന്നത്. ആ സാഹോദര്യത്തിന് തടസ്സമാകുന്നതെല്ലാം ഇല്ലാതെയാകണമെന്നും ഗുരു പറയുന്നു. മനുഷ്യ സ്നേഹത്തിന് തടസ്സമാകുന്ന എല്ലാം ഇല്ലാതാകണമെന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. കടലോളം സ്നേഹം എന്ന് പറയുമ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം ഉണ്ടാകണമെന്നാണ് അർത്ഥം. നമ്മുടെ സ്നേഹം കടൽ പോലെ വിശാലമാകണം. അതിരുകളില്ലാത്ത മതിലുകളില്ലാത്ത സ്നേഹത്തിൻ്റെ മനോഹര ഭൂമി ഉണ്ടാകണം. സാഹോദര്യഭാവം മനസ്സിലുണ്ടാകുമ്പോൾ സ്നേഹവും ഉണ്ടാകും. ആ ഭാവത്തിന് തടസ്സം നിൽക്കുന്നതെല്ലാം ഇല്ലാതാകണമെന്നാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. സ്നേഹവും സാഹോദര്യവുമാണ് ഭൂമിയെ മനോഹരമായ പൂന്തോട്ടമാക്കുന്നത്. അടുത്ത പ്രവർത്തനം സ്നേഹം തുളുമ്പുന്ന രചനകൾ. അമ്മ, കൂട്ടുകാർ, മരങ്ങൾ, പട്ടം ഇവയെ അടിസ്ഥാനമാക്കി കഥയോ കവിതയോ എഴുതുക. എന്നിട്ട് ചിത്രവും വരയ്ക്കാം. രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ, മെച്ചപ്പെടുത്തണം. അവയെല്ലാം ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കി പ്രകാശനം ചെയ്യൂ. പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയും ആവാം. നമുക്കൊരു മാതൃക നോക്കാം. എൻ്റെ അമ്മ രാവിലെ എന്നും അടുക്കളയിൽ മടികൂടാതെ എന്നമ്മ വന്നു കയറും. ദോശയും ചട്നിയും കാലമാക്കും, ചോറും കറികളും പാകമാക്കും. വീടിനകവും പുറവുമെല്ലാം എന്നമ്മ നന്നായി അടിച്ചു വാരും. പാഠങ്ങളൊക്കെ പഠിച്ചു തീർക്കാൻ എന്നമ്മ എന്നും സഹായമേകും. ഇനി പട്ടം. പട്ടം പട്ടം മാനത്തയ്യ പട്ടം നല്ലൊരു പൊൻപട്ടം, ചേലേറുന്നൊരു വാല് കുലുക്കി പായുന്നല്ലോ പൂമ്പട്ടം. മഞ്ഞപ്പട്ടം കുഞ്ഞിപ്പട്ടം കുട്ടൻ കെട്ടിയ ചെറുപട്ടം, ആരും കണ്ടാൽ കൊതിച്ചു പോകും അഴകിന്നഴകാം പൊൻപട്ടം. ഇനി മരങ്ങൾ. മരങ്ങളെന്നും നമുക്ക് ചുറ്റും പച്ചപ്പന്തലൊരുക്കുന്നു. കായും കനിയും കുളിരും തണലും കനിവൊടു നമ്മൾ കേകുന്നു. മരങ്ങളൊത്തിരി വർണ്ണപ്പൂവുകൾ നമ്മൾക്കായി വിടർത്തുന്നു. നമ്മുടെ ജീവന് താങ്ങായി നിൽക്കും മരങ്ങളാരും വെട്ടരുതേ. ഇനി കൂട്ടുകാർ. കൂട്ടുകാർ നല്ലവരായിരുന്നാൽ നേട്ടങ്ങൾ പലതും നമുക്കു നേടാം. കൂട്ടുകാർ മോശക്കാരായിരുന്നാൽ കോട്ടങ്ങൾ നമ്മൾക്കും വന്നുകൂടും. കൂട്ടുകാർ തമ്മിൽ പിണങ്ങരുതേ, കൂട്ടുകാർ തമ്മിൽ പിരിയരുതേ. കൂട്ടു പിഴയ്ക്കാതെ നോക്കിടേണം, ചാട്ടം പിഴയ്ക്കാതെ നോക്കിടേണം.
അപ്പം നമ്മൾ അമ്മ, കൂട്ടുകാർ, മരങ്ങൾ, പട്ടം ഇവയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കവിതകൾ എഴുതി. ഇനി നിങ്ങൾക്ക് കഥ എഴുതാം, ചിത്രം വരയ്ക്കാം കേട്ടോ. നിങ്ങളുടെ രചനകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക, എന്നിട്ട് കൂടുതൽ മെച്ചപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ. മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.